സംഷാദ് മരക്കാറിലേക്ക് കൂടി ഒന്ന് പോയി വരാം. സംഷാദ് മരക്കാർ, എന്താണ് വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ വാടക വീടുകളിലേക്ക് പോയി ആദ്യഘട്ടത്തിലുള്ള പുനരധിവാസം, താൽക്കാലികമായ പുനരധിവാസത്തിന് ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി അവർക്ക് ഉപജീവന മാർഗം വേണം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ നാട്ടുകാർ പറയുന്നുണ്ട്. ഇനി അടുത്ത മാസം ഇവർക്ക് ഈ 300 രൂപ കിട്ടില്ല. ഒരു മാസം മാത്രമാണ് അവരുടെ ജീവനോപാധി കിട്ടിയത്. NDMA പരിധിയിൽപ്പെടുത്തിയിരുന്നെങ്കിൽ 3 മാസം കിട്ടുമായിരുന്നു എന്ന് റഫീഖ് കൂടി പറയുന്നു. ഇവിടെയാണ് ഒരു കനിവും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാതെ പോകുന്നത്. കാര്യങ്ങൾ കുറച്ച് ഗൗരവമുള്ളതല്ലേ സംഷാദ് മരക്കാർ? തീർച്ചയായും KVS ഹരിദാസ് അദ്ദേഹം പറയുന്നത് SDRFിലേക്ക് കേന്ദ്രം നൽകിയ തുകയെക്കുറിച്ചാണ്. ആ തുകയാണ് നിങ്ങൾ നൽകുക, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകുക എന്നുണ്ടായിരുന്നുവെങ്കിൽ 2 സംഘത്തെ വയനാട് ദുരന്തം പഠിക്കാൻ വിടേണ്ട ആവശ്യമോ അവർക്ക് റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ആവശ്യമോ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ആ തുക ദുരന്തമുണ്ടായാലും ദുരന്തമില്ലെങ്കിലും ഒക്കെ കേരളത്തിന് ലഭിക്കുന്ന തുകയാണ്. ആ തുകയാണ് നിങ്ങൾ തരുന്നത് എങ്കിൽ ഈ നാടക പ്രഹസനത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ഇവിടെ പ്രധാനമന്ത്രി അടക്കം വന്ന ഒരു പ്രദേശമാണ്. അദ്ദേഹം വിംസോ ആശുപത്രിയിലൊക്കെ സ്നേഹത്തോടുകൂടി താലോലിച്ച നൈസ മോളൊക്കെ ഈ ദുരന്തത്തിന്റെ അതിജീവനത്തിന്റെ ഭാഗമായി വന്ന കുട്ടികളാണ്. അവരെയൊക്കെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ പാക്കേജ് ആവശ്യപ്പെട്ടത്. അത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനുണ്ടായ നഷ്ടത്തിന്റെ പാക്കേജാണ്. അല്ലാതെ SDRFിലേക്ക് കൊടുക്കേണ്ട തുക ആവശ്യപ്പെടാനല്ല ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന മീറ്റിംഗിൽ പങ്കെടുത്തതും ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞതും അദ്ദേഹം വിശദമായൊരു മെമ്മോറാണ്ടം നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടതും സർക്കാർ മെമ്മോറാണ്ടം നൽകിയിട്ടുമുണ്ട്. അപ്പോൾ അതിൽ കുറിച്ച് പഠിച്ച് ഈ വയനാടിന് ആവശ്യമായ തുക നൽകുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വയനാട്ടിലെ ജനതയോട് കാണിക്കേണ്ട ഒരു മര്യാദ എന്നുള്ളതാണ്. അതിന് നമ്മൾ SDRFന്റെ ഫണ്ടിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ, പിന്നീട് റീകൂപ്പ് ചെയ്യാം എന്നാണ് പറയുന്നതെങ്കിൽ ഇത് അന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളൊന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ സമയമാകുമ്പോൾ തരും, അതുവരെ നിങ്ങൾ ചെലവ് എവിടെന്നെങ്കിലും കണ്ടെത്തൂ എന്ന് പറഞ്ഞാൽ മതി. അന്ന് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾ തനിച്ചല്ല, പണം ഇതിനൊരു മാനദണ്ഡമല്ല എന്ന് പറഞ്ഞ് ആശ്വാസവാക്ക് മാത്രം പറഞ്ഞാൽ പോരാ, കാര്യങ്ങൾ നടക്കുകയും വേണം. അരുൺ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നത്, സംസ്ഥാന തലത്തിൽ സർക്കാരുകൾ ചെയ്യേണ്ട കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളിലും ഓരോരുത്തർ ചെയ്യേണ്ട കാര്യത്തിലും കൃത്യമായ ഉത്തരവാദിത്തത്തിൽ തന്നെ മുന്നോട്ട് പോകണം. 68 ദിവസം പൂർത്തിയായിരിക്കുകയാണ്. ആ 68 ദിവസം പൂർത്തിയാക്കിയപ്പോൾ 10,000 രൂപ നമ്മൾ പൂർണ്ണമായി കൊടുത്തു എന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു അവ്യക്തതയാണ്. അത് നമ്മൾ കൃത്യമായി അത് മനസ്സിലാക്കേണ്ടതാണ്. 10, 11, 12 വാർഡിലെ മുഴുവൻ ആളുകളെയും ദുരന്തബാധിതരായി കണ്ടുകൊണ്ട് അടിയന്തര ധനസഹായം 10,000 രൂപ അവർക്ക് നൽകണമെന്നുള്ളൊരു വാദം നമ്മൾ മുന്നോട്ട് വെച്ചതാണ്. അത് പരിഗണിക്കാമെന്ന് പറയുകയും ആദ്യഘട്ടത്തിൽ അപേക്ഷിച്ച എല്ലാ ആളുകൾക്കും 10,000 രൂപ കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷേ ഒരു 1000-ഓളം ആളുകൾക്ക് കൊടുത്തതിന് ശേഷം ഒരു ഉത്തരവ് വരികയാണ്. ആ ഉത്തരവിൽ ദുരന്തബാധിതരായ ആളുകൾക്ക് മാത്രം എന്ന് നിജപ്പെടുത്തിയൊരു ഉത്തരവ് വരുന്നു. അതിനുശേഷം വരുന്ന അപേക്ഷകളിന്മേൽ ഇവർ ദുരന്തബാധിതരാണോ ദുരന്തബാധിതർ അല്ലയോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ തുക നൽകാൻ കഴിയുള്ളൂ എന്നുള്ളൊരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ശരിയായൊരു കീഴ്വഴക്കമല്ല. നമ്മൾ എല്ലാവർക്കും 10,000 രൂപ, അതായത് 10, 11, 12 വാർഡുകളിൽ എല്ലാവർക്കുമാണ്. അവിടെ ക്യാമ്പിൽ താമസിച്ച ആളുകളുണ്ട്, വാടക വീട്ടിൽ താമസിച്ച ആളുകളുണ്ട്, ബന്ധുവീട്ടിൽ താമസിച്ച ആളുകളുണ്ട്, ചിലപ്പോൾ വീടിനൊന്നും പറ്റാത്തവരുമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് അരുൺ അറിയാവുന്നത് പോലെ ഒരു മാർഗവുമില്ലാതെ ജീവിക്കുന്ന ആളുകളാണ് ആ 3 വാർഡിലെ ആളുകൾ. അവരെ ദുരന്തത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി അവർക്ക് 10,000 രൂപ കൊടുക്കുന്നത് ഒരു മനുഷ്യത്വപരമായ സമീപനമാണ്. അതിനൊരു ഉത്തരവിറക്കുകയും 249ഓളം ആളുകളുടെ അപേക്ഷ പെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പരിഹരിക്കുന്നതിന് വേണ്ടി താലൂക്കിലെ ഒരു ഉദ്യോഗസ്ഥനും വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും ഇവർ ഈ ദുരന്തബാധിതരാണോ അല്ലയോ എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അങ്ങനെ അവർ മാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ പലർക്കും 10,000 രൂപ കിട്ടാത്തൊരു സാഹചര്യം വരും. പക്ഷെ തൊട്ടപ്പുറത്തെ വീട്ടുകാരന് കിട്ടുകയും ഇപ്പുറത്തെ ഒരാൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു വലിയ പ്രയാസം അനുഭവിക്കുന്ന ഈ നാട്ടിലെ ജനപ്രതിനിധികൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിഷയമല്ലേ? കാരണം ഇത് നമുക്ക് മിനിസ്റ്ററുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. പലരും ഇന്ന് ഞങ്ങളുടെ മൈക്കിൽ തന്നെ ഈ പ്രതികരണം നൽകിയിട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് കൂടി പരിഹരിക്കേണ്ടതല്ലേ അതിനകത്തൊരു സാങ്കേതികത്വം? റഫീഖ്, അല്ല, ഇവിടെ തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെൻറ് ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യഘട്ടത്തിലെ സഹായം എന്ന നിലയിൽ 1013 പേർക്ക് നിലവിൽ 10,000 രൂപ വെച്ച് നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ചില ആളുകൾ കിട്ടാത്തതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അത് ഗവൺമെന്റ് പരിശോധിക്കുകയാണ്. പരിശോധിച്ച് അടിയന്തരമായി കൊടുക്കാൻ ആവശ്യമായ അർഹതപ്പെട്ടവർക്കെല്ലാം കൊടുക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കും.
Debate with Dr. Arun Kumar.